السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم بتقوى الله. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വഹയ്യ് കൊടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് നിയോഗിക്കുന്ന സന്ദർഭത്തിൽ പ്രാരംഭത്തിൽ ഇറങ്ങിയിട്ടുള്ള സൂറത്തുകളിൽപ്പെട്ടതാണ് സൂറത്തുൽ മുദ്ദസ്സിർ. ജനങ്ങൾക്ക് താക്കീത് നൽകാൻ, അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ കൽപ്പന നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നത് ആ സൂറത്തുകളിൽ പറയപ്പെട്ടിട്ടുള്ള വചനങ്ങൾ നൽകിക്കൊണ്ടാണ്. അവിടെ സൂറത്തുൽ മുദ്ദസ്സിർ അവസാനിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ചു പറഞ്ഞു, വമാ യദ്കുറൂന ഇല്ലാ അൻ യശാ അല്ലാഹ്. ഈ കിതാബ്, ഈ ഗ്രന്ഥം, ഖുർആൻ ജനങ്ങൾക്കുള്ള വഅളാണ്, ദിക്റയാണ്. അവരെ തൗഹീദിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ റിസാലത്തിനെ സംബന്ധിച്ച്, ആഖിറത്തിനെ സംബന്ധിച്ച് ഉണർത്താനുള്ള തസ്കിറത്താണ്. എന്നാൽ വമാ യദ്കുറൂന ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇത് സ്വീകരിക്കുക, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ദിക്ർ ഉൾക്കൊള്ളുക അള്ളാഹുവിന്റെ മശീഅത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രമാണ്. ഹുവ അഹ്ലുത് തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ. എന്നിട്ട് പറഞ്ഞു ഹുവ അഹ്ലുത് തഖ്വ, അള്ളാഹു തഖ്വക്ക് അഹ്ലാൻ, മഗ്ഫിറത്തിന് അഹ്ലാൻ. ഫഹുവ വഹ്ദഹു അഹ്ലുൻ അൻ യുത്തഖാ. അള്ളാഹു മാത്രമാണ് തഖ്വക്ക് അർഹനായിട്ടുള്ളവൻ. അവനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കേണ്ടത്. ഫയുഅ്ബദു, അവനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇബാദത്ത് ചെയ്യപ്പെടാൻ തഖ്വക്ക് അർഹനായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. ദൂനമാ സിവാ, അവനല്ലാത്ത മറ്റാരും തന്നെ ഇല്ല. വലാ യസ്തഹിഖു ഗൈറുഹു അൻ യുത്തഖാ, അവനെയല്ലാത്ത മറ്റാരോടും തഖ്വ വച്ചു പുലർത്താൻ പാടില്ല. കമാ ഖാൽ, ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആശയം വിശദീകരിക്കുന്നത് കാണാം. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞു, വലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളത് മുഴുവൻ
അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. വലഹുദ്ദീനു വാസിബ, അവനാണ് നിങ്ങൾ ഇഖ്ലാസോടുകൂടി നിരന്തരമായി മുറിയാതെ ഇബാദത്ത് ചെയ്യേണ്ടത്. അഫഗൈറല്ലാഹി തത്തഖൂൻ, അല്ലാഹുവെ അല്ലാതെ മറ്റാരെയെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുന്നുവോ, നിങ്ങൾ പേടിക്കുന്നുവോ, നിങ്ങൾ ഭയപ്പെടുന്നുവോ? അല്ലാഹുവിന്റെ മാത്രമാണ് നിങ്ങൾ തഖ്വ വച്ചു പുലർത്തേണ്ടത്. വഖാൽ, അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞു, വമൻ യുത്തിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും വയഖ്ശല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കുകയും അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുകയും വയത്തഖി, അവനിൽ തഖ്വ വച്ചു പുലർത്തുകയും ചെയ്യുന്നത്, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ മാത്രമാണ് വിജയികൾ. വഹുവ അഹ്ലുൽ മഗ്ഫിറ, അല്ലാഹുവാണ് അഹ്ലുത് തഖ്വ. നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അവന്റെ കൽപ്പനാ വിലക്കുകളാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടത് അവന്റെ ശിക്ഷയെയാണ്. നിങ്ങൾ പ്രതീക്ഷ വച്ചു പുലർത്തേണ്ടത് അവനിൽ നിന്നാണ്. അവനെ മാത്രമാണ് നിങ്ങൾ തഖ്വ വച്ചു പുലർത്തേണ്ടത്. വ അഹ്ലുൽ മഗ്ഫിറ, അല്ലാഹുവാണ് അഹ്ലുൽ മഗ്ഫിറ, പുറത്തു തരാൻ അവൻ മാത്രമാണുള്ളത്. വലാ യഗ്ഫിറു ദുനൂബ ഗൈറുഹു, നിങ്ങളുടെ പാപങ്ങൾ മറ്റാരും തന്നെ പുറത്തു തരാനില്ല. കമാ ഖാല തആല, മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞതുപോലെ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരാണ് പാപങ്ങൾ പൊറുക്കുവാനുള്ളത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നു, ഈ ആയത്തുകൾ വിവരിച്ചുകൊണ്ട്, വഫീ ഗൈരി ഹദീസിൻ യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നിലധികം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അല്ലാഹു അല്ലാതെ മറ്റാരും പാപങ്ങൾ പുറത്തു തരാനില്ല. ഫഹുവ സുബ്ഹാനഹു അഹ്ലുത് തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ, അല്ലാഹു മാത്രമാണ് സൂക്ഷിക്കപ്പെടാൻ, ഇബാദത്തുകൾ ചെയ്യപ്പെടാൻ അർഹനായിട്ടുള്ളത്. അല്ലാഹു മാത്രമാണ് ഇസ്തിഗ്ഫാർ തേടാൻ അർഹനായിട്ടുള്ളത്. അതുകൊണ്ട് ധാരാളം ദുആകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടു കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് പറയുന്നത് കാണാം. ശൈഖുൽ ഇസ്ലാം പറയുന്നു, വഖദ് ജമഅ അല്ലാഹ് ബൈന തൗഹീദ് വൽ ഇസ്തിഗ്ഫാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദും ഇസ്തിഗ്ഫാറും ഒന്നിച്ച് ചേർത്തുകൊണ്ട് പറഞ്ഞു, ഫി ഗൈരി മൗദിഇൻ, ഒന്നിലധികം സ്ഥലങ്ങളിൽ, കഖൗലിഹി സുബ്ഹാന, അതിൽ ഒരായത്ത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനാൽ നിങ്ങൾ അറിയണം, പഠിച്ചു മനസ്സിലാക്കണം, അറിയേണ്ടതുപോലെ അറിയണം, അല്ലാഹുവല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ, ആരാധനകൾക്ക് അർഹനായി മറ്റാരും തന്നെ ഇല്ല. വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ പാപത്തിന് അല്ലാഹുവിനോട് നീ പശ്ചാത്തപിച്ചു മടങ്ങുകയും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയും ചെയ്യുവിൻ. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി നബിയെ ഇസ്തിഗ്ഫാർ ചോദിക്കുവിൻ. ഇവിടെയെല്ലാം തൗഹീദും ഇസ്തിഗ്ഫാറും ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്. ഹുവ അഹ്ലുത് തഖ്വ, അത് തൗഹീദാണ്. വ അഹ്ലുൽ മഗ്ഫിറ, ഇസ്തിഗ്ഫാറിനുള്ള കൽപ്പനയാണ്. ധാരാളക്കണക്കിന് ദുആകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദും ഇസ്തിഗ്ഫാറും ഒന്നിച്ചു ചേർത്ത് പറഞ്ഞത് കാണാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിന് ഉദാഹരണമാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്നാണ് അത് തുടങ്ങുന്നത്. ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക അലൈ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇസ്തിഗ്ഫാർ കൊണ്ടാണ് അത് അവസാനിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം തൗഹീദാണ്, ഒരു ഭാഗം ഇസ്തിഗ്ഫാറാണ്. കഫാറത്തുൽ മജ്ലിസ്, ഒരു സദസ്സ് പിരിയുന്നതിന് മുൻപായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പറയാറുണ്ടായിരുന്ന ദുആ, ദിക്ർ, ആ സദസ്സുകൾ ഒന്നുകിൽ നന്മകൾ നിറഞ്ഞതായിരിക്കും, അല്ലാഹുവിനുള്ള ദിക്റുകൾ കൊണ്ട്
നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും മജ്ലിസുകൾ. അങ്ങനെയാണെങ്കിൽ അത് ആ മജ്ലിസിനുള്ള ഒരു സീല് പോലെയാണ്. നന്മയിൽ സീല് വെക്കപ്പെട്ടതിന്റെ സീലിന്റെ സ്ഥാനത്താണ് ഈ ദുആ. അല്ല ലഘവുകൾ, അനാവശ്യങ്ങളായ വാക്കുകളും അനാവശ്യങ്ങളായ പ്രവർത്തനങ്ങളും കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അതിൽ നിന്നുള്ള കഫാറത്താണ്, പശ്ചാത്താപമാണ് ഈ ദിക്ർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അവിടെയും തൗഹീദും ഇസ്തിഗ്ഫാറും ഒരുമിച്ച് ചേർക്കുന്നതാണ് ആ ദുആ. അതേ കാര്യം തന്നെ വുളുവിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന ആ ദിക്ർ. അതുപോലെ തന്നെ നമസ്കാരത്തിലെ അവസാനത്തെ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും നമസ്കാരം അവസാനിപ്പിച്ചിരുന്നത് ആ ദുആ കൊണ്ടാണ്. അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ല അൻത. ഇസ്തിഗ്ഫാർ കൊണ്ടാണ് അത് തുടങ്ങുന്നത്, തൗഹീദ് കൊണ്ടാണ് അത് അവസാനിക്കുന്നത്. കാരണം അവിടെ ദുആ, നമസ്കാരത്തിന്റെ അവസാന ഭാഗം ദുആക്കുള്ള മഖാമാണ്, ശൈഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ. അതുകൊണ്ട് അവിടെ ഇസ്തിഗ്ഫാറിനെ മുന്തിക്കുകയും അവസാനം തൗഹീദ് കൊണ്ടത് അവസാനിപ്പിക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ മുഴുവൻ അഅ്മാലുകളും, നമ്മുടെ ജീവിതം മുഴുക്കെ നമ്മെ വലയം ചെയ്തിരിക്കേണ്ടുന്ന, നമ്മുടെ ജീവിതം മുഴുക്കെ സ്വാധീനിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് തൗഹീദും ഇസ്തിഗ്ഫാറും നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ അല്ലാഹു അതിന് ഉണർത്തിയത്. ജീവിതകാലം മുഴുക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ദുആകളിൽ അവ ആവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നല്ല, മരണത്തിന്റെ സന്ദർഭത്തിൽ, മരണവേളയിൽ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നതും തൗഹീദും ഇസ്തിഗ്ഫാറും ഒരുമിച്ച് ചേർക്കുന്ന ദിക്റും ദുആയുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂൽ ഖബ്ല അൻ യമൂത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അധികരിപ്പിച്ചിരുന്നു ഈ വാക്കുകൾ, അധികരിപ്പിച്ചിരുന്നു. ഇങ്ങനെ പറയുന്നത്, സുബ്ഹാനക വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സുബ്ഹാനക വബിഹംദിക തൗഹീദാൻ, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക ഇസ്തിഗ്ഫാറാൻ. ഖാലത് ഖുൽതു യാ റസൂലല്ലാഹ്, ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു, മാ ഹാദിഹിൽ കലിമാത്തുല്ലത്തി അറാക അഹ്ദസ്തഹാ തഖൂലുഹാ. നബിയെ, ഇപ്പോഴിതാ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞങ്ങൾ. ധാരാളമായി താങ്കൾ പറയുന്നുണ്ടല്ലോ ഈ ദുആ. ഖാൽ, എന്താണിത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുഇലത് ലി അലാമത്തുൻ ഫീ ഉമ്മത്തി. എന്റെ ഉമ്മത്തിൽ എനിക്കൊരടയാളം കാണിക്കപ്പെട്ടിരിക്കുന്നു. ഇദാ റഅയ്തുഹാ ഖുൽതുഹാ. അത് കണ്ടാൽ എന്നോടത് പറയാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. ആ അടയാളം കണ്ടാൽ ഇത് പറയുവാൻ വേണ്ടി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. സൂറത്തു നസ്റിന്റെ തുടക്കം മുതൽ അവസാനം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. ജീവിതത്തിന്റെ അവസാന കാലത്ത് ഏറ്റവും അധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു, തൗഹീദിന്റെയും ഇസ്തിഗ്ഫാറിന്റെയും ഈ ദുആ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين
وأشهد أن لا إله إلا الله وحده لا شريك له البر الرحيم وأشهد أن محمدا عبده ورسوله الصادق الأمين صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا إلى يوم الدين أما بعد فاتقوا الله عباد الله. ജീവിതത്തിന്റെ ആദി മധ്യാന്ത ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചതും മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിരന്തരമായി അത് പ്രാവർത്തികമാക്കിയതും തൗഹീദും ഇസ്തിഗ്ഫാറും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ദുആകളാണ്. എന്താണ് അതിലടങ്ങിയിരിക്കുന്ന ഹിക്മ? എന്താണ് അതിന്റെ മഅന? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് നമ്മെ ഉണർത്തുന്നു. ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിസിദ്ഖിൻ വയഖീൻ, സിദ്ഖോടുകൂടി യഖീനോടുകൂടി ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്, സത്യസന്ധമായി നിഫാഖില്ലാതെ കാപട്യവും കളവുമില്ലാതെ അറിയേണ്ട പോലെ അറിഞ്ഞ് മഅന മനസ്സിലാക്കി യഖീനോടുകൂടി അതിന്റെ ശുറൂത്തുകൾ പാലിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ തുദ്ഹിബു ശിർക കുല്ല, മുഴുവൻ ശിർക്കിനെയും അതില്ലാതാക്കും. ദിഖ്ഖഹു വജില്ല, ശിർക്കിൽ വലുതും ചെറുതും സൂക്ഷ്മവും ബഹുലവുമായ എല്ലാം, ഖതഅഹു വഅൻദഹ്, അബദ്ധത്തിലും കരുതിക്കൂട്ടിയും നമ്മിൽ നിന്ന് സംഭവിക്കുന്ന, അവ്വലഹു വആഖിറഹ്, അതിലാദ്യത്തേതും അവസാനത്തേതും മുഴുവനായും ആ ശിർക്കിനെ മുഴുവൻ ഇല്ലാതാക്കും. സിർറഹു വഅലാനിയതഹ്, രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാറ്റിനെയും. വതഅതി അലാ ജമീഇ സിഫാതിഹി വഖഫായാഹു വദഖായിഖിഹി, അതിന്റെ മുഴുവൻ ഇനങ്ങളും മുഴുവൻ വസ്ഫുകളും, ശിർക്കിന്റെ ഏതെല്ലാം ഇനങ്ങളും രൂപങ്ങളുമുണ്ടോ അതിൽ ചെറുതാകട്ടെ വലുതാകട്ടെ നിസ്സാരമാകട്ടെ വലുതാകട്ടെ ഏതായിരുന്നാലും അതിനെ മുഴുവനും ഇല്ലാതാക്കി തീർക്കും. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിസിദ്ഖിൻ വയഖീൻ, സിദ്ഖോടെയും യഖീനോടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് നമ്മൾ പറയുന്നത്. സിദ്ഖോടെയും യഖീനോടെയും പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൽ ഒരാൾ തന്റെ ജീവിതമെന്ന് പറയുന്നത് അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജീവിക്കേണ്ടത് അതിനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും എനിക്കു മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അതിൽ വരുന്ന എല്ലാ വീഴ്ചകളും, തൗഹീദിന്റെ ജാനിബിൽ വരുന്ന എല്ലാ വീഴ്ചകൾക്കുമുള്ള പരിഹാരമാണ് സിദ്ഖോടും യഖീനോടുകൂടിയുമുള്ള ഷഹാദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ. അതിന്റെ കൂടെ ഇസ്തിഗ്ഫാറോ യംഹു മാ ബഖിയ മിൻ അസറാതി, ശിർക്കല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും, അതിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ വീഴ്ചകളും അതിലൂടെ മായ്ക്കപ്പെടും. വയംഹു ദംബ അല്ലദീ ഹുവ മിൻ ശുഅബി ശിർക്ക്, ഷിർക്കിന്റെ ശുഅബുകളിൽപ്പെട്ട എല്ലാ പാപങ്ങളെയും മായ്ക്കപ്പെടും. എല്ലാ തെറ്റുകളും എത്ര നിസ്സാരമായിരുന്നാലും അവ മുഴുവനും ഷിർക്കിന്റെ ശാഖകളാണ്. എല്ലാ നന്മകളും എത്ര ചെറുതായിരുന്നാലും അത് തൗഹീദിന്റെ ശാഖകളാണെന്നതുപോലെ തന്നെ തെറ്റുകളെല്ലാം ഷിർക്കിന്റെ ഉപശാഖകളാണ്. ആ ഉപശാഖകളെ മുഴുവനും മായ്ക്കുന്നതാണ് ഇസ്തിഗ്ഫാർ. ഫഇന്ന ദുനൂബ കുല്ലഹാ മിൻ ശുഅബി ശിർക്ക്, എല്ലാ തെറ്റുകളും ഷിർക്കിന്റെ ഉപശാഖകളിൽപ്പെട്ടതാണ്. ഫത്തൗഹീദ് യുദ്ഹിബു അസ്ല ശിർക്ക്, തൗഹീദ് ഷിർക്കിന്റെ അടിസ്ഥാനത്തെ ഇല്ലാതാക്കി തീർക്കും. വൽ ഇസ്തിഗ്ഫാർ യംഹു ഫുറൂഅഹു, ഇസ്തിഗ്ഫാർ അതിന്റെ ശാഖകളെയും ഇല്ലാതാക്കി തീർക്കും. ഫഅബ്ലഗുസ് സനാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ട് അല്ലാഹുവിനെ വാഴ്ത്താനുള്ള, അല്ലാഹുവിനെ സ്തുതിക്കാനുള്ള, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനുള്ള ഏറ്റവും മുന്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വഅബ്ലഗു ദുആ ഖൗലു അസ്തഗ്ഫിറുല്ലാഹ്, ദുആകളിൽ ഏറ്റവും
എല്ലാറ്റിന്റെയും എല്ലാ ദുആകളുടെയും ആത്യന്തികമായി അവസാനം അതിന്റെ ആറ്റിക്കുറുക്കിയ കാമ്പെന്ന് പറഞ്ഞാൽ അത് അസ്തഗ്ഫിറുള്ളയുമാണ്. ശൈഖുൽ ഇസ്ലാം അതുകൊണ്ട് പറഞ്ഞു അമ്മാ മൻ ഹഖഖ തൗഹീദ വൽ ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് ജീവിതം മുഴുക്കെ ഒരാൾ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടതാണ് തൗഹീദും ഇസ്തിഗ്ഫാറും. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, അവന്റെ ഇരുത്തത്തിലും നടത്തത്തിലും, ഭക്ഷണത്തിലും വെള്ളത്തിലും, ഉറക്കത്തിലും ഉണർവിലും, സക്കനാത്തുകളിലും ഹറക്കാത്തുകളിലും, ചലനങ്ങളിലും നിശ്ചലതയിലും മുഴുവൻ സ്വാധീനിക്കേണ്ടതാണ് തൗഹീദും ഇസ്തിഗ്ഫാറും. അതിനനുസരിച്ചവൻ ജീവിക്കും. അങ്ങനെ ഒരാൾ ജീവിതം കൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ സാക്ഷാത്കരിച്ചാൽ ഫലാ ബുദ്ദ അൻ യുർഫഅ അൻഹു അശ്ശർ, എല്ലാ ഷർറുകളും അവനിൽ നിന്ന് നീങ്ങിപ്പോകാതിരിക്കില്ല. എല്ലാ ഉപദ്രവങ്ങളും അവനെ വിട്ടു മാറാതിരിക്കില്ല. നമുക്ക് ബാധിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളും, ജീവിതത്തിൽ ബാധിക്കുന്ന എല്ലാ ഷർറുകളും ശിർക്കുകൊണ്ടും മഅസിയത്തുകൾ കൊണ്ടുമാണ്. ശിർക്കാണതിൽ ഏറ്റവും ഗൗരവമുള്ളതും സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നതും എല്ലാ ഉപദ്രവങ്ങളും ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ മറ്റു പാപങ്ങൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും എന്നായത്ത് തഫ്സീർ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ബാധിക്കുന്ന ഏതൊരാപത്തും ഏതൊരു മുസീബത്തും നിങ്ങളുടെ കൈകൾ കൊണ്ട് സമ്പാദിച്ചതിന്റെ ഫലം മാത്രമാണ് എന്ന അല്ലാഹുവിന്റെ വാക്ക്. ഫമാ സുല്ലിത അലൽ അബ്ദി മൻ യുഅ്ദി, ഏതൊരടിമയെ അവനെ ഉപദ്രവിക്കുന്നവർക്ക് അവന്റെ മേൽ അല്ലാഹു അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇല്ലാ ബിദംബിൻ, പാപങ്ങൾ കൊണ്ടല്ലാതെ അല്ല, യഅലമുഹു ഔ ലാ യഅലമു, ഏത് തെറ്റുകൊണ്ടാണ് മുസീബത്ത് ബാധിച്ചത്? ഒന്നുകിൽ അവൻ അറിയുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ അവൻ തന്നെ അറിയാതെ ചെയ്തു പോകുന്നവ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വമാ ലാ യഅലമുൽ അബ്ദു മിൻ ദുനൂബിഹി അദ്ആഫ മാ യഅലമുഹു മിൻഹാ, മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളിൽ തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് ഓർമ്മയോടുകൂടിയും തെറ്റാണെന്ന വിവരത്തോടുകൂടിയും ചെയ്യുന്ന തെറ്റുകളെക്കാൾ എത്രയോ ഇരട്ടിയാണ് അദ്ആഫ് അവൻ അറിയാതെ ചെയ്യുന്നവ. അറിയാതെ ചെയ്യുന്നത് അറിഞ്ഞു ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. വമാ യൻസാഹു മിമ്മ അലിമഹു വഅമില അദ്ആഫ മാ യദ്കുറു, അവൻ അറിഞ്ഞിട്ട് ചെയ്തു പോയിട്ട് മറന്നു പോകുന്നതുണ്ട്. ഇസ്തിഗ്ഫാർ ചെയ്യാതെ തൗബ ചെയ്യാതെ അവനെതിരായി അവൻ സമ്പാദിച്ചു കൂട്ടുന്നതായി ചെയ്തിട്ട് മറന്നു പോകുന്നത് ഓർക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ്. നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളിൽ നമുക്ക് ഓർമ്മയുള്ളത് എത്ര ഉണ്ടാവും? ഓർമ്മയില്ലാത്ത, നമ്മൾ ചെയ്തിട്ട് അറിഞ്ഞ് ചെയ്തിട്ട് മറന്നു പോകുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ അധികവും. ഇതൊക്കെ നമുക്ക് മുസീബത്തുകളായി ബാധിച്ചുകൊണ്ടിരിക്കും, ഈ ദുനിയാവിൽ അല്ലെങ്കിൽ പരലോകത്ത് ഉറപ്പായിട്ടും. ഇസ്തിഗ്ഫാർ കൊണ്ടും തൗഹീദ് കൊണ്ടും മാത്രമാണ് അവ പരിഹരിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദുആകളും ദിക്റുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ, വെറുതെ ഇരുന്നിട്ട് പോലും മനുഷ്യന് തന്റെ തെറ്റുകളിൽ നിന്ന് ഇസ്തിഗ്ഫാർ ലഭിക്കുന്ന സമയമുണ്ട്. ഒന്നും ചെയ്യണ്ട, അടങ്ങാതിരുന്നാ മതി, നാവ് പോലും ചലിപ്പിക്കാതെ. എത്രയാണ് നമ്മൾ അതുപോലും നഷ്ടപ്പെടുത്തി കളയുന്നത്? ഇബ്നു ബത്വാൽ റഹിമഹുല്ലാഹ് പറയുന്നു, ബുഖാരിയുടെ ശർഹായ ഇബ്നു ബത്വാലിന്റെ ശർഹിൽ നമുക്ക് കാണാം, ഫമൻ കാന കസീറദ് ദുനൂബ്, ആരാണോ ഒരുപാട് തെറ്റുകളുള്ളവൻ, അൻയഹത്തുഹല്ലാഹു അൻഹു ബിഗൈരി തഅബിൻ, ഒരു അധ്വാനവുമില്ലാതെ, യാതൊരു അധ്വാനവുമില്ലാതെ, നാവ് പോലും ചലിപ്പിക്കാതെ തന്റെ പാപങ്ങൾ, ധാരാളമായ തെറ്റുകൾ അല്ലാഹു ഒരാൾക്ക് പുറത്തു തരണം എന്നുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയഗ്തനിം മുലാസമത മകാനി മുസല്ലാഹു ബഅദ സ്വലാ, നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച അതേ സ്ഥാനത്ത് അവൻ കുറെ നേരം ഇരിക്കട്ടെ. വെറുതെ ഇരുന്നാ മതി, നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന സ്ഥാനത്ത് കുറെ നേരം ഇരിക്കട്ടെ. കാരണം ലിയസ്തക്സിറ മിൻ ദുആഇൽ മലായിക, മലക്കുകളുടെ ദുആ ധാരാളമായി അവന് കിട്ടുന്നതിന് വേണ്ടി, വസ്തിഗ്ഫാരിഹിം ലഹ്, അവനു വേണ്ടി മലക്കുകൾ ധാരാളമായി ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് കിട്ടാൻ വേണ്ടി, ഫഹുവ മർജൂബുൽ ഇജാബത്തു, അതല്ല പുറത്തു തരാൻ കാരണമാകുന്നതാണ്, പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. മലക്കുകളാണ് ദുആ ചെയ്യുന്നത് നമുക്ക് വേണ്ടി.
മലക്കുകളാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടാൻ. അതിനുള്ള സന്ദർഭമാണ് നമസ്കാരം കഴിഞ്ഞാൽ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്നുള്ളത്. എത്ര നേരം ഇരിക്കുന്നുവോ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ വുളു മുറിഞ്ഞു പോവുക, അതുവരെയുള്ള സന്ദർഭങ്ങളിൽ മലക്കുകളുടെ ഈ ദുആയും ഇസ്തിഗ്ഫാറും ലഭിച്ചുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടി. ധാരാളമാണ് നമ്മുടെ തെറ്റുകൾ, ധാരാളമാണ് നമ്മുടെ പാപങ്ങൾ. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുദ്ദസ്സിറിന്റെ അവസാനം എന്നുള്ളത് ഞാൻ പ്രത്യേകം ഉണർത്താനുള്ള കാരണം, റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ ആദ്യകാലത്ത് റസൂലുള്ളാഹിക്ക് ദഅവത്തുമായിട്ടുള്ള കൽപ്പനകളുമായി അല്ലാഹ് ആ സമൂഹത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ഈ അസുലുകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. ഇസ്തിഗ്ഫാറും തൗഹീദും ഇസ്തിഗ്ഫാറും ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ്. ഹുവ അഹ്ലുത് തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന കാലത്ത് സൂറത്തുൻ നസ്റിലൂടെയും അല്ലാഹു അതേ കൽപ്പനയാണ് റസൂലുള്ളാഹിക്ക് കൊടുത്തത്. അത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാനത്തിൽ അത് ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നുവെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമുക്ക് പറഞ്ഞു തന്നത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുകയും ചെയ്തു. ജീവിതത്തിന്റെ ആദ്യ മധ്യാന്ത ഘട്ടങ്ങളിൽ മുറുകെ പിടിക്കേണ്ടുന്നതാണ്